നിയമപാലകർ നിയമം കയ്യിലെടുക്കുമ്പോൾ നീതി തേടി സാധാരണക്കാർ എങ്ങോട്ട് പോകണമെന്ന വലിയ ചോദ്യമാണ് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ സംഭവം ഉയർത്തുന്നത്. ഒരു ഗർഭിണിയെ കരണത്തടിക്കാൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ച ധൈര്യം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ ക്രൂരത ലോകമറിഞ്ഞത്. 2024 ജൂൺ മാസത്തിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് വിവാദമായ ഈ സംഭവം അരങ്ങേറുന്നത്. ബെൻ ടൂറിസ്റ്റ് ഹോം ഉടമയായ ബെൻജോ ബേബിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതറിഞ്ഞാണ് ഭാര്യ ഷൈമോൾ സ്റ്റേഷനിലെത്തുന്നത്. വെറുമൊരു സാധാരണ സന്ദർശനമായിരുന്നില്ല അത്. തന്റെ ഇരട്ടകളായ കൈക്കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഗർഭിണിയായ അവസ്ഥയിലായിരുന്നു ഷൈമോൾ നീതി തേടി പോലീസ് സ്റ്റേഷന്റെ പടി കയറിയത്. ബെൻജോയെ പോലീസ് പിടികൂടാൻ കാരണം അല്പം വിചിത്രമായിരുന്നു. പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ച 2 യുവാക്കളെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന കുറ്റം ആരോപിച്ചാണ് ഇദ്ദേഹത്തെ പിടികൂടിയത്. ഭർത്താവിനെ പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് മർദ്ദിക്കുന്നത് കണ്ട ഷൈമോൾ അത് ചോദ്യം ചെയ്യുകയായിരുന്നു. ഷൈമോൾ സ്റ്റേഷനിലെത്തിയപ്പോൾ കണ്ടത് ഭർത്താവിനെ പോലീസ് ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിക്കുന്നതാണ്. ഇത് തടയാൻ ശ്രമിച്ച ഷൈമോളിനോട് SHO പ്രതാപ് ചന്ദ്രൻ അങ്ങേയറ്റം മോശമായാണ് പെരുമാറിയത്. നാടകം കളിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യുവതിയെ നെഞ്ചത്ത് പിടിച്ചു തള്ളി. ഒരു ഗർഭിണിയോട് കാണിക്കേണ്ട പ്രാഥമികമായ മര്യാദ പോലും അവിടെ ലംഘിക്കപ്പെട്ടു. പിടിച്ചു തള്ളിയത് ചോദ്യം ചെയ്തതോടെ പ്രതാപ് ചന്ദ്രൻ നിയന്ത്രണം വിട്ട് ഷൈമോളുടെ കരണത്തടിക്കുകയായിരുന്നു. വനിതാ പോലീസുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ആക്രമണം നടന്നതെന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. തടയാൻ വന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥനും ഷൈമോളിനെ ഉപദ്രവിച്ചതായി പരാതിയുണ്ട്. തന്റെ ഭാര്യയെ മർദ്ദിക്കുന്നത് കണ്ട് കരഞ്ഞ ബെൻജോയെ പോലീസുകാർ വീണ്ടും തല്ലിച്ചതച്ചു. ഭർത്താവിന്റെ കരച്ചിലും കുഞ്ഞുങ്ങളുടെ പരിഭ്രാന്തിയും നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ പോലീസ് ഒരു കൊടും ക്രിമിനലിനെ പോലെയാണ് പെരുമാറിയത്. സംഭവം നടന്ന ഉടനെ തന്നെ പോലീസിനെതിരെ പരാതി നൽകിയെങ്കിലും ദൃശ്യങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിരുന്നില്ല. താൻ കുഞ്ഞുങ്ങളെ വലിച്ചെറിയാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കള്ളക്കഥയാണ് പോലീസ് ഷൈമോളിനെതിരെ പ്രചരിപ്പിച്ചത്. എന്നാൽ തളരാതെ നിയമപോരാട്ടം തുടർന്ന കുടുംബം ഒടുവിൽ കോടതി വഴി ദൃശ്യങ്ങൾ പുറത്തെത്തിച്ചു. CCTV ദൃശ്യങ്ങൾ ദൈവത്തിന്റെ കയ്യൊപ്പാണെന്നാണ് ബെൻജോ ഇതിനെ വിശേഷിപ്പിച്ചത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസിന്റെ എല്ലാ കള്ളവാദങ്ങളും പൊളിഞ്ഞു. ഗർഭിണിയെ അടിക്കുന്ന ദൃശ്യം കൃത്യമായി പതിഞ്ഞതോടെയാണ് പ്രതാപ് ചന്ദ്രനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ നിർബന്ധിതമായത്. പ്രതാപ് ചന്ദ്രനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഇത് ആദ്യമായല്ല. മുൻപ് എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന ഒരു സമയത്ത് സ്വിഗ്ഗി ജീവനക്കാരനെ മർദ്ദിച്ചതും കോൺഗ്രസ് നേതാവിനെതിരെ അക്രമം അഴിച്ചുവിട്ടതും വലിയ വാർത്തയായിരുന്നു. അന്നൊക്കെ ഉന്നത തലങ്ങളിൽ സ്വാധീനം ചെലുത്തി രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ ചെയ്തത്. മുഖ്യമന്ത്രിക്ക് അടക്കം മുൻപ് പരാതികൾ ലഭിച്ചിട്ടും നടപടി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ്. രാഷ്ട്രീയ സംരക്ഷണമാണ് ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളെ പീഡിപ്പിക്കാൻ ധൈര്യം നൽകുന്നത്. നിലവിൽ പ്രതാപ് ചന്ദ്രനെ സസ്പെൻഡ് ചെയ്യുകയും വകുപ്പ് തല അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് വെറും ഒരു പുകമറയാണെന്ന് കുടുംബം സംശയിക്കുന്നു. സസ്പെൻഷൻ എന്നത് ഒരു ശിക്ഷയല്ല, മറിച്ചൊരു നടപടിക്രമം മാത്രമാണ്. ഒരു ഗർഭിണിയെ മർദ്ദിച്ചതിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും IPC പ്രകാരമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുക്കണമെന്നാണ് ഷൈമോളുടെ ആവശ്യം. ശാരീരികമായി മാത്രമല്ല, മാനസികമായും തന്നെയും കുടുംബത്തെയും തകർത്ത പോലീസുകാർ അഴിക്കുള്ളിലാകുന്നത് വരെ പോരാട്ടം തുടരുമെന്നും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. പോലീസ് സ്റ്റേഷനുകൾ സാധാരണക്കാർക്ക് പേടിസ്വപ്നമായി മാറുകയാണ്. 2 കുഞ്ഞുങ്ങളുമായി എത്തുന്ന ഒരു സ്ത്രീക്ക് പോലും സുരക്ഷയില്ലാത്ത ഇടമായി പോലീസ് സ്റ്റേഷൻ മാറുമ്പോൾ ഭരണകൂടം എന്ത് നവോത്ഥാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നു. ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാട് മാറ്റി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണം. ഷൈമോളിന്റെയും ബെൻജോയുടെയും പോരാട്ടം കേരളത്തിലെ എല്ലാ സാധാരണക്കാർക്കും വേണ്ടിയുള്ളതാണ്. പോലീസിന്റെ ലാത്തിക്കും അധികാരത്തിന് മുന്നിൽ തലകുനിക്കാതെ ഈ കുടുംബം സത്യം തെളിയിച്ചിരിക്കുകയാണ്. വകുപ്പ് തല അന്വേഷണം പ്രഹസനമാക്കാതെ കുറ്റവാളിയായ പോലീസ് ഉദ്യോഗസ്ഥനെ മാതൃകാപരമായി ശിക്ഷിച്ചാൽ മാത്രമേ വരും കാലങ്ങളിൽ ഇത്തരം നിഷ്ഠൂര കൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കൂ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇപ്പോൾ സർക്കാരിനും കോടതിക്കുമാണ്.